സ്വഹാബി വന്ന ഹബീബിനോട് ചോദിക്കുക, നബിയെ എനിക്ക് വ്യഭിചരിക്കണം. തങ്ങൾ പറഞ്ഞു, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് നിസ്കരിക്കാൻ പ്രയാസമില്ല, ഞാൻ നോമ്പെടുക്കും, ഉംറ ചെയ്യും, ഹജ്ജ് ചെയ്യും, സക്കാത്തുണ്ടെങ്കിൽ കൊടുക്കും. യുദ്ധമുണ്ടോ ഞാൻ വരും, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. കള്ള് ഞാൻ കുടിക്കൂല, പക്ഷെ എനിക്ക് വ്യഭിചാരത്തിന് അനുമതി തരണം. അതെന്നെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല, അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു, അവിടെ ഇരിക്കുക. ആളിരുന്നു ഹബീബിന്റെ സദസ്സിൽ. തങ്ങൾ അരികത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആ സ്വഹാബിയുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബഹു വഗ്ഫിർ ദംബഹു. പടച്ചവനേ, ഈ ചെറുപ്പക്കാരന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കണമേ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ശുദ്ധി നൽകണമേ. എന്നിട്ട് ചോദിച്ചു, അതറല്ലാഹു ലി ഉമ്മിക്, നിന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ല നബിയേ. നിന്റെ പെങ്ങളെ ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ല നബിയേ. നിന്റെ ഭാര്യയെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന നിനക്ക് ഇഷ്ടമാകുമോ? ഇല്ല നബിയേ. നിന്റെ മോളെ, പ്രായപൂർത്തിയായ മോളെ ആരെങ്കിലും കയറി പിടിക്കുന്നത് നിനക്ക് ഇഷ്ടമാകുമോ? ഇല്ല നബിയേ. എന്നാൽ അറിയണം, നീ വ്യഭിചരിക്കുന്നത് ഒരാളിന്റെ ഭാര്യയായിരിക്കാം, കുഞ്ഞുങ്ങളുടെ ഉമ്മയായിരിക്കാം, ആരുടെയൊക്കെയോ പെങ്ങളായിരിക്കാം. അത് നീ മനസ്സിലാക്കണ്ടയോ? ആ സ്വഹാബി പറയാ, തങ്ങളാ പറഞ്ഞു തന്നതോടുകൂടെ എന്റെ മനസ്സിന്റെ എല്ലാ കറകളും അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ വരുമ്പോ എനിക്ക് ആ തിന്മ ഇഷ്ടമായിരുന്നു, പക്ഷേ ഞാനിപ്പോ ഹബീബിന്റെ ഹദർത്തുനിന്ന് ഇറങ്ങിപ്പോകുമ്പോ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടതായത് മാറി എന്ന് ഹബീബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മശ്വറയാണ്, കൂടിയാലോചിക്കണം, അലിമീങ്ങളോട് ചോദിക്കണം, പരിഹാരങ്ങൾ അറിയണം.